ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര പ്രകൃതി ഭംഗി കൊണ്ട് ശ്രദ്ധേയം നേടിയ മിനി ഊട്ടിയിലേക്കാണ്. മിനി ഊട്ടിയിൽ ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത നമ്മുടെ ഇന്നത്തെ ഈ യാത്ര ചെരുപ്പടിമലയുടെ താഴ്വാരങ്ങളിലൂടെയുള്ള റോഡിലൂടെയാണ്. എന്തുകൊണ്ടും അതിഗംഭീരമായ ചെരുപ്പടി മലയുടെ ഓരോരോ കാഴ്ചകളും, അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ റൺവേയും സഞ്ചാരികളെ മനം കവറുന്ന ഓരോരോ വ്യൂ പോയിന്റുകളും മുന്നിട്ട് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മിനി ഊട്ടിക്കുള്ള യാത്ര. ഏതൊരു സഞ്ചാരിയുടെ സഞ്ചാരത്തിനും സുഗമമായ യാത്രക്കും അനുയോജ്യമായ ഓരോ റൂട്ടുകളാണ് ചെരുപ്പടിമല വരെയുള്ള റോഡുകൾ. മിനി ഊട്ടിയുടെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഒരു വാഹനങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല എന്നതാണ് ഒരു നിരാശപ്പെടുത്തിയ ഒരു കാര്യം. അങ്ങനെ വണ്ടിയെല്ലാം സൈഡാക്കി ഞങ്ങൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് നടന്നു പോയി. ഒരു പക്ഷേ ഈ വെള്ളച്ചാട്ടം അറിയപ്പെടാത്തത് കൊണ്ടായിരിക്കാം ആളുകൾ തീരെയില്ല. അങ്ങനെ വെള്ളച്ചാട്ടവും ദൃശ്യമാക്കി ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് വെള്ളച്ചാട്ടത്തിന്റെ ആ ദൃശ്യം ഞങ്ങളുടെ കൺമുന്നിൽ വിടുന്നത്. കല്ലുകളെയും മരങ്ങളെയും കുറ്റിക്കാടുകളും നിറഞ്ഞ ഇടവഴിയിലൂടെയാണ് ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. വെള്ളച്ചാട്ടം കണ്ടത് മുതൽ കണ്ണിനും മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമയേകിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് വീണ്ടും നീങ്ങി. വീശിയടിക്കുന്ന കാറ്റിന്റെയും ചില്ലകളിൽ നിന്നും ചിലവില കരയുന്ന കിളികളുടെയും കാറ്റിൽ ചാഞ്ചാടുന്ന മരങ്ങളുടെയും പാറക്കെട്ടിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെയും എല്ലാം ശബ്ദങ്ങളും കേട്ടങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. ഏതൊരു മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് വെള്ളച്ചാട്ടം എന്നുള്ളത്. അതിഗംഭീരമായ വെള്ളച്ചാട്ടത്തിന്റെ ഓരോരോ കാഴ്ചകളും ഞങ്ങളങ്ങനെ കണ്ടു നിന്നു. പാറക്കെട്ടിന് മുകളിൽ നിന്നും വരുന്ന ഓരോരോ വെള്ളത്തുള്ളികൾക്കും അതിഗംഭീരമായ തണുപ്പിന്റെ അനുഭൂതിയാണ് നമുക്ക് സമ്മാനിച്ചത്.
പക്ഷേ 2-3 ദിവസത്തെ മഴയില്ലാത്തതിൻ്റെ കാരണമായിരിക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി വളരെ കുറഞ്ഞിരിക്കുകയാണ്. മഴ പെയ്തില്ലെങ്കിൽ ഇനിയും ശക്തി കുറയുമെന്നും വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ഒരു നേരിയ മങ്ങൽ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക്